വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ അനിമൽസിൻ്റെ ബോഡിയിൽ ഒത്തിരി ഗ്ലാൻസ് ഉണ്ട്, ഗ്ലാൻസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഹോർമോൺസ് ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന ഹോർമോൺസ് ഗ്രോത്തിന് വേണ്ടിയാണോ സഹായിക്കുന്നത്, അതോ ഇനി ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാത്തവരാണോ? അപ്പോൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു പ്ലാന്റ്സിൽ ഈ ഹോർമോൺസ് ഒക്കെ ചെയ്യുന്നത്? അപ്പോൾ അതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു RRB റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയം കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസും ഈ ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നമ്മൾ ഫുൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളെടുത്ത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫാക്ട്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫുൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഒരു ആ ടോപ്പിക്കിനെ പറ്റി ഫുൾ ഒരു ക്ലിയർ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അതല്ല നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഒപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫ്ലൈനായിട്ട് വന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ, ഓക്കെ, ഇവിടെയെല്ലാം നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ ഓക്കെ ആയിട്ടുള്ളത് അവിടെ വന്ന് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പ്ലാന്റ് ഹോർമോൺസ്, ഓക്കെ, പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് ഹോർമോൺസിനെ പൊതുവേ നമ്മൾ പറയുന്നത് ഫൈറ്റോ ഹോർമോൺസ് ആണ്. പ്ലാന്റിൻ്റെ ഹോർമോൺസ് നമ്മൾ എന്തെന്ന് പറയും, ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയും. ഓക്കെ, ഈ പറയുന്ന പ്ലാന്റ് ഹോർമോൺസ് നമ്മൾ ഹോർമോൺസ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കുഞ്ഞിലേ ഇരുന്ന പോലെയാണോ ഇപ്പോൾ ഇരിക്കുന്നത്? അല്ല, നമുക്ക് ഗ്രോത്ത് സംഭവിച്ചു, അങ്ങനെ ഒത്തിരി ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരുന്ന നമ്മുടെ ഹോർമോൺസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവരുണ്ട്, ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നവരുണ്ട്, ഇനി പ്രൊമോട്ടും ചെയ്ത് തടസ്സപ്പെടുത്തുന്ന അങ്ങനത്തെ ടൈപ്പ് ഹോർമോൺസും രണ്ട് ഫങ്ഷൻസും കൂടെ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന 3 പേരാണുള്ളത്: ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ. ഇങ്ങനെ 3 ഹോർമോൺസ് ആണ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരാണ്. എന്ന് വെച്ചാൽ വളരാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, പ്രായം കൂടുക, എന്നിട്ട് എന്താണ് ഇലയാണെങ്കിൽ ഇല കൊഴിഞ്ഞു വീഴുക, അങ്ങനെ ഇല്ലാണ്ടായി പോവാൻ അങ്ങനെ സഹായിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്, ഇല ഒഴിയാനൊക്കെ സഹായിക്കുന്നവരാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഇൻഹിബിറ്റും ചെയ്യും, അതേപോലെ തന്നെ പ്രൊമോട്ടും ചെയ്യും. അങ്ങനെ ഒരു ടൈപ്പാണ് ആരെന്ന് പറയുന്നത്, എത്തിലീൻ. എന്നാലും എത്തിലീനെ നമ്മൾ കൂടുതലും ഇൻഹിബിറ്റർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊമോട്ടേഴ്സിൽ ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ, ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ അബ്സിസിക് ആസിഡും എത്തിലീനുമാണ് പറയുന്നത്. ഓക്കെ, എത്തിലീൻ പക്ഷെ പ്രൊമോട്ടും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിൽ ഓരോരുത്തരും ഈ 5 പേരെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഓക്സിൻ. ഓക്കെ, ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്സിൻ എപ്പോഴും ഒരു പ്ലാന്റിൻ്റെ, ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക, ഈ പ്ലാന്റിൻ്റെ ടിപ്പിലായിട്ടായിരിക്കും എപ്പോഴും കാണുക. ഓക്കെ, എപ്പോഴും ഒരു ടിപ്പിലുള്ള ടിഷ്യൂ ആണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയും. ഒരു പ്ലാന്റിൻ്റെ ടിപ്പിലുള്ള മെരിസ്റ്റം അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെയാണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഈ എപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം കാണപ്പെടുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിൻ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഇനി സൂര്യൻ വരുവാണെന്ന് വിചാരിക്കുക. സൂര്യനെ എവിടെയാണോ കാണുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലോട്ട് ഈ ഓക്സിൻ എന്ത് ചെയ്യും, ഡിഫ്യൂസ് ചെയ്ത് വരും. ഇങ്ങനെ ഡിഫ്യൂഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഈ ചെടി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊന്ന് സണ്ണിൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് വലിയുന്നുണ്ട്, എലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സെല്ലുകൾ എലോങ്ങേറ്റ് ചെയ്യും. ഇങ്ങനെ സെൽ എലോങ്ങേഷനെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിനാണ്. ഓക്സിൻ്റെ മെയിൻ ഫങ്ഷൻ തന്നെ എന്താണ്, സെൽ എലോങ്ങേഷനാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേമും കൂടെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോട്രോപ്പിസം. എന്താണ് ഫോട്ടോട്രോപ്പിസം? ട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം പുറത്തുള്ള എന്തെങ്കിലും സ്റ്റിമുലസിനനുസരിച്ച് പ്ലാന്റിൽ എന്തെങ്കിലും മൂവ്മെൻറ്റിൽ വ്യത്യാസം വരുന്നതാണ് ട്രോപ്പിസം എന്ന് പറയുന്നത്. ഇപ്പോൾ തൊട്ടാവാടി ചെന്ന് നമ്മളൊരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, വാടി അങ്ങ് പോകും. അപ്പം നമ്മുടെ ഒരു ഫിസിക്കൽ ടച്ച്
ടച്ച് കാരണം അതിൽ മൂവ്മെൻറ്റ് സംഭവിച്ചു. ഇങ്ങനത്തെ മൂവ്മെൻറ്റ്. അല്ലെങ്കിൽ സൺഫ്ലവർ സൂര്യനെ കണ്ട സൂര്യനെ നോക്കി നിൽക്കും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് അതിനെയാണ് ട്രോപ്പിസം എന്ന് പറയുന്നത്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ്. അപ്പം ലൈറ്റിനോടുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോട്രോപ്പിസം. അപ്പം ഈ ഒരു ഫോട്ടോട്രോപ്പിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ഓക്സിനാണ്. ഓക്കെ, അപ്പം ഓക്സിൻ മെയിൻലി ഗ്രോത്തിനാണ് സഹായിക്കുന്നത്. ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ എലോങ്ങേഷൻ ആണ്. അതുപോലെ തന്നെ ഫോട്ടോട്രോപ്പിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഓക്സിനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ ഓക്സിൻ്റെ തന്നെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. നമ്മുടെ ഈ ഒരു ഓക്സിൻ, നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിൻ, അതിൻ്റെ പേരാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്ന് പറയും, IAA. ഓക്കെ, ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് IAA എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിനാണ്. ഇതുപോലെ തന്നെ ഓക്സിൻസിനെ നമുക്ക് ലബോറട്ടറിയിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓക്സിൻസ് അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 2 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നാഫ്തലീൻ അസറ്റിക് ആസിഡ് NAA, അതുപോലെ തന്നെ 2,4-D എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് 2,4-ഡൈക്ലോറോഫീനോസി അസറ്റിക് ആസിഡ്, 2,4-D എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിനാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ളതാണ് NAA, നാഫ്തലീൻ അസറ്റിക് ആസിഡ്, അതേപോലെ 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിൻ ഹോർമോൺ ഈസ് ഹയസ്റ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ പ്ലാന്റ്. പ്ലാന്റിൻ്റെ ടിപ്പിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഓക്സിൻ ഹോർമോൺ ഹയസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഓക്സിൻ സെൽ എലോങ്ങേഷൻ അല്ലെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രോത്തിന് വേണ്ടിയാണ് സഹായിക്കുന്നത്. ഇനി ഫോട്ടോട്രോപ്പിക് മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതും ഓക്സിനാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പ്ലാന്റ്സ് ബെൻഡ് ടുവേഴ്സ് ലൈറ്റ് ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് ദ ഓക്സിൻ ഹോർമോൺ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഷൂട്ട്. ഓക്കെ, ഇത് തന്നെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഓക്സിനാണെന്ന് ഓർത്തിരിക്കും. ഓക്കെ, അടുത്ത ഹോർമോണിനെ പറ്റി പറയാൻ പോവുകയാണ്. നമ്മുടെ ഗിബർലിൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം എലോങ്ങേറ്റ് ചെയ്യുക, സ്റ്റെം ഗ്രോത്തിന്. ഓക്കെ, ഇതിപ്പോൾ ഇത്ര നീളേ ഉണ്ടായിരുന്നുള്ളൂ, നീളം കൂടി വീണ്ടും ഇത്രയും നീളമായി മാറി. ഇങ്ങനെ സ്റ്റെമ്മിനെ എലോങ്ങേറ്റ് ചെയ്യാൻ സഹായിക്കുക. സ്റ്റെമ്മിനെ എലോങ്ങേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊക്കം വയ്ക്കുക. പൊക്കം വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്വാർഫിസത്തിന് എഗൻസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ ഡ്വാർഫിസത്തിനെ റിവേഴ്സ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിബർലിനാണ്. ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ പൊക്കം ഇല്ലായ്മയാണ്. അതിനെ റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ് ഗ്രോ ചെയ്യുക, സ്റ്റെമ്മിന് നീളം വയ്ക്കുക, സ്റ്റെം എലോങ്ങേറ്റഡ് ആവുക. ഓക്കെ, അപ്പം ഡ്വാർഫിസം റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്ന ആരാന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ഗിബർലിനാണ്. അതുവഴി സ്റ്റെം എലോങ്ങേറ്റഡ് ആവും, സ്റ്റെമ്മ് ഗ്രോത്ത് സംഭവിക്കും. ഓക്കെ, ആദ്യം പറഞ്ഞ ഓക്സിൻ എന്തായിരുന്നു? സെൽ എലോങ്ങേഷനാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കുന്നത് സ്റ്റെം എലോങ്ങേഷനാണ്. ഓക്കെ, ഈ ഗിബർലിൻ്റെ തന്നെ ഫങ്ഷൻസ് ആണ്. ഒന്ന് സ്റ്റെം എലോങ്ങേഷൻ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? സ്റ്റെമ്മ് ഗ്രോ ചെയ്യും, ഇന്റർനോഡ്സ് എലോങ്ങേറ്റ് ആവും. ഇന്റർനോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനൊരു ചെടി ജസ്റ്റ് വരയ്ക്കുവാണ്. ഒരു നോഡിൽ നിന്നുമാണ് ഓരോ ലീഫുകൾ വരുന്നത്. ഓക്കെ, ഈ ലീഫുകൾ വരുന്ന ഓരോ പോയിന്റിനെയും പറയുന്ന പേരെന്താണ്? നോഡ് എന്നാണ്. 2 നോഡിൻ്റെ ഇടയിലുള്ള ദൂരമാണ് ഇന്റർനോഡ്. ആ ഇന്റർനോഡ് എന്ന് വെച്ചാൽ 2 ഇലകളുടെ ഇടയിലുള്ള ലെങ്ത് അങ്ങ് കൂടും, നീളം കൂടും. അതുവഴി സ്റ്റെമ്മ് മൊത്തത്തിൽ നീളം വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഇന്റർനോഡ് എലോങ്ങേഷൻ സഹായിക്കുന്നതും എന്താണ്? നമ്മുടെ ഗിബർലിനാണ്. അതുപോലെ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ, ഫ്രൂട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട്, വലുതാവാൻ വേണ്ടിയിട്ട്, ഗ്രോത്തിനൊക്കെ സഹായിക്കും ആര്? നമ്മുടെ ഗിബർലിൻ സഹായിക്കും. അതുപോലെ തന്നെ സീഡ് പൊട്ടി മുളച്ച് വരിക. ഓക്കെ, നിങ്ങൾക്കറിയാം സീഡ് എന്ന് പറയുന്നത് എത്ര കാലം വേണമെങ്കിലും ഇനാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, എൻവയോൺമെൻ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ജെർമിനേറ്റ് ചെയ്ത് വരും. ഈ ഒരു സീഡ് ജെർമിനേഷൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണല്ലോ ഗിബർലിൻ. അതുപോലെ സീഡിനെ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഗിബർലിൻ സഹായിക്കുന്നുണ്ട്. അപ്പം ഈ 3 ഫങ്ഷൻസ് ഗിബർലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ഹോർമോണാണ് സൈറ്റോകൈനിൻ. ഓക്കെ, അപ്പം സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട് സൈറ്റോ, സെൽ, കൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ. ഓക്കെ, സൈറ്റോപ്ലാസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൈറ്റോകൈനസിസ്. സൈറ്റോപ്ലാസം
സ്പ്ലിറ്റ്. ഇപ്പം ഒരു സെല്ല് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നത് വെച്ചാൽ സൈറ്റോപ്ലാസം സ്പ്ലിറ്റ് ആവുന്നതല്ലേ, ഇവിടെ നിന്ന് ഒരു സെല്ലായി പുതിയൊരു സെല്ലായി. ഇതാണ് സെൽ ഡിവിഷൻ. അപ്പം സെല്ല് സ്പ്ലിറ്റ് ആവുന്നതിനെയാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. അപ്പം സെൽ ഡിവിഷന് സഹായിക്കുന്ന ഹോർമോണിനെ പറയുന്ന പേരെന്താണ്? സൈറ്റോകൈനിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സെൽ ഡിവിഷനാണ് മെയിൻ ഫങ്ഷൻ. സെൽ ഡിവിഷൻ വഴി റൂട്ട്സ് വളരുക, ഫ്രൂട്ട്സുകൾ ഗ്രോ ചെയ്ത് വരിക, ബ്രാഞ്ചസുകൾ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ചെടി, ഇതിന് പുതിയ ബ്രാഞ്ചസ് വന്നു, ഇതിൽ ഫ്രൂട്ട്സ് വന്നു, വേരുകൾ നന്നായിട്ട് വളർന്നു വരുന്നു. ഇതിനെല്ലാം എന്ത് നടക്കണം? സെൽ ഡിവിഷൻ നടക്കണമല്ലോ. അപ്പോൾ സെൽ ഡിവിഷൻ വഴി ഇങ്ങനെ പല ഫീച്ചേഴ്സുകൾ മീൻസ് സ്ട്രക്ചറുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ, ഈ സൈറ്റോകൈനിൻ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സൈറ്റോകൈനിനാണ് സിയാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറലായിട്ട് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സൈറ്റോകൈനിൻ്റെ പേരാണ് സിയാറ്റിൻ എന്ന് പറയുന്നത്. അതേപോലെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് സൈറ്റോകൈനിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്നത് കൈനറ്റിൻ എന്നാണ്. ഓക്കെ, ഇത് സിയാറ്റിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. കൈനറ്റിൻ നമ്മൾ നേരത്തെ ഓക്സിന് നമ്മൾ സിന്തറ്റിക് ആയിട്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൈറ്റോകൈനിനാണ് കൈനറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈറ്റോകൈനിൻ്റെ തന്നെ ഫങ്ഷൻസ് ആണ്. ഒന്ന് സെൽ ഡിവിഷൻ. ഓക്കെ, സെൽ ഡിവിഷൻ കൂട്ടുക, അതുവഴി ഗ്രോത്ത് സംഭവിക്കുക. പിന്നെ ഡിലേ ഇൻ സെനിസെൻസ്. സെനിസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മുടെയൊക്കെ കേസിൽ നമ്മൾ പ്രായമാവുന്നു, ഏജിനിങ് സംഭവിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. പ്ലാന്റ്സിൻ്റെയൊക്കെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രായമാവുന്നതിന് യൂസ് ചെയ്യുന്നത് സെനിസെൻസ് എന്നാണ്. ഓക്കെ, അപ്പം ഇത് എന്ത് ചെയ്യുന്ന റീറ്റാർഡ് ഏജിനിങ് എന്ന് വെച്ചാൽ ഏജിനിങ്ങിനെ കുറയ്ക്കും. അല്ലെങ്കിൽ ലീഫ് സെനിസെൻസ്, ഇപ്പോൾ ഇല പെട്ടെന്ന് പഴുത്ത് അതേപോലെ തന്നെ കൊഴിഞ്ഞു വീഴുമല്ലോ, അതിന് സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പം അതിനെ റീറ്റാർഡ് ചെയ്യും. അങ്ങനത്തെ ടൈപ്പാണ് ഏതെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫങ്ഷൻ ആർക്കുണ്ട്? സൈറ്റോകൈനിൻ എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ ലീഫിൻ്റെ ലൈഫ് നിലനിർത്തി കൊണ്ടുപോവുക. ഓക്കെ, പെട്ടെന്ന് അങ്ങ് കൊഴിഞ്ഞു പോവാണ്ട് അതിനെ എങ്ങാക്കി തന്നെ വെക്കുക. അതിനെ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ ഡിവിഷൻ വഴി ഗ്രോത്ത്, അതുപോലെ തന്നെ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. അറ്റ് എ ടൈം പെട്ടെന്ന് ഇത് എന്ത് ചെയ്യാല, ഏജിനിങ് സംഭവിച്ച് കൊഴിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ സെനിസെൻസ് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ സൈറ്റോകൈനിനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ ഹോർമോണാണ് എത്തിലീൻ. ഇത്രയും നേരം പറഞ്ഞ നമ്മൾ 3 പേര് ആരൊക്കെയാണ്? ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ. ഇവർ 3 പേരും ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്തവരാണ്. ഈ എത്തിലീൻ എന്ന് പറയുന്നത് പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്തും ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റും ചെയ്യുന്നുണ്ട്. മെയിൻലി ഇൻഹിബിറ്ററിലാണ് നമ്മൾ എത്തിലീനെ പറയുന്നത്. ഓക്കെ, അപ്പം ഗേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഹോർമോണിൽ ഗേഷ്യസ് ആയിട്ടുള്ളത് എത്തിലീനാണ്. ഇപ്പം ഒരു മാങ്ങ, നമ്മൾ പഴുത്ത മാങ്ങ വെച്ചേക്കുവാണ്, അതിൻ്റെ തൊട്ടടുത്ത് നമ്മളൊരു മീൻസ് ജസ്റ്റ് പഴുക്കാൻ തുടങ്ങിയ ഒരു മാങ്ങയും കൂടെ അടുത്ത് വെക്കുവാണെന്ന് വിചാരിക്കും. പെട്ടെന്ന് ആ മാങ്ങയും കൂടെ പഴുക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ പഴുത്ത് അതിപ്പം ചീഞ്ഞ് തുടങ്ങുകയെന്ന് വിചാരിക്കുക, അതിൽ നിന്നും ഗ്യാസസ് പുറത്തോട്ട് വരും. ആ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ എത്തിലീൻ ഗ്യാസാണ്. ഈ ഗ്യാസ് വന്ന് അടുത്തിരിക്കുന്ന നമ്മുടെ ആരാണ്? അടുത്തിരിക്കുന്ന ചെറുതായിട്ടൊന്ന് പഴുത്ത മാങ്ങയിലും കൂടെ ആ ഗ്യാസ് വന്നിട്ട് കോണ്ടാക്റ്റ് വരുവാണെങ്കിൽ അത് പെട്ടെന്ന് പഴുത്ത് അതും ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ ഗേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഹോർമോണാണ് ഏതെന്ന് പറയുന്നത്? എത്തിലീൻ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷനേ എന്താണ്? പച്ച പോലെ ഇരുന്നതിനെ എന്ത് ചെയ്യുക? പഴുപ്പിക്കുക, റൈപ്പൺ ചെയ്യുക. ഫ്രൂട്ട്സിനെയൊക്കെ റൈപ്പൺ ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ ഹോർമോണാണ് ഏതെന്ന് പറയുന്നത്? ഒരു ഗേഷ്യസ് ആയിട്ടുള്ള ഹോർമോണാണ് എത്തിലീൻ എന്ന് പറയുന്നത്. എത്തിലീൻ്റെ മെയിൻ ഫങ്ഷൻ, എത്തിലീൻ്റെ കെമിക്കൽ കെമിക്കൽ കോമ്പൗണ്ട് ഇതാണ് കൊടുത്തേക്കുന്നത്, C2H4 എന്ന് പറയും. ഓക്കെ, അതുപോലെ ഇതിന് എന്തിനാണ് സഹായിക്കുന്നത് വെച്ചാൽ ഫ്രൂട്ട് റൈപ്പനിങ്. അതുകൊണ്ട് തന്നെ ഇതിനെ റൈപ്പനിങ് ഹോർമോൺ എന്നും അറിയപ്പെടും. ഫ്രൂട്ട്സ് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ റൈപ്പനിങ് ഹോർമോൺ എന്നും അറിയപ്പെടും. ഓക്കെ, പ്രൊമോട്ട്സ് ഫ്രൂട്ട് റൈപ്പനിങ് ആൻഡ് സെനിസെൻസ്. സെനിസെൻസ് പറഞ്ഞാൽ പെട്ടെന്ന് ഏജ് ആവുക, അതിനും സഹായിക്കും. ഓക്കെ, സെനിസെൻസ് സഹായിക്കുക, ലീഫിനെ ആക്സിലറേറ്റ് ചെയ്യുക. അതേപോലെ ഫ്ലവർ സെനിസെൻസ്, അപ്പോൾ ലീഫ് പെട്ടെന്ന് മഞ്ഞ കളറാവുക, ലീഫ് യെല്ലോയിങ്. ഓക്കെ, ഇല മഞ്ഞ കളറാവും. അതേപോലെ തന്നെ ഫ്ലവറുകൾ പെട്ടെന്ന് ഏജിനിങ് ആയിട്ട് അത് ഇല്ലാണ്ടാവുക. ഇതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? എത്തിലീനാണ്. ഓക്കെ, അപ്പം ഫ്രൂട്ട് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ ലീഫ്, ഫ്ലവേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് യെല്ലോയിനിങ് ആയിട്ട് പെട്ടെന്ന് ഏജിനിങ് ആയിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട്
ഓക്കെ, അപ്പോൾ എത്തിലീൻ്റെ 2 ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് ഫ്രൂട്ട് റൈപ്പനിങ്ങും 2 യെല്ലോയിനിങ്ങുമാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് വൺ നമ്മുടെ അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ്, ഓക്കെ, അബ്സിസിക് ആസിഡ് ആ വാക്കിൽ തന്നെയുണ്ട് അബ്സിഷൻ. ഓക്കെ, അബ്സിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ട്, മുറിക്കുക, സെപ്പറേറ്റഡ് ആവുക എന്നാണ് അബ്സിഷൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അബ്സിസിക് ആസിഡും അത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ പ്ലാന്റ്, അത് സെനിസെൻസ് കുറച്ച് യെല്ലോ കളറായി, ലീഫ് ഫോളായി. ഇങ്ങനെ ലീഫ് ഫോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്ലാന്റ് ഹോർമോണാണ് ഏതെന്ന് പറയുന്നത്? അബ്സിസിക് ആസിഡ്. ഇല പൊഴിയുക, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ഇതെല്ലാം ഏജിങ് സംഭവിച്ച് കൊഴിഞ്ഞു വീഴാൻ, ഫോൾ ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഫോൾ ഓഫിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ അബ്സിസിക് ആസിഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഇതൊരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. ഇത് നോക്കിയേ, ഇത് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ പ്ലാന്റ്സിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും അതെല്ലാം, ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസും എല്ലാം, മെറ്റബോളിസും എല്ലാം എന്ത് ചെയ്യും? നമ്മുടെ അബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? കൺട്രോൾസ് ഫോൾ ഓഫ് ലീഫ്, ലീഫുകൾ കൊഴിയുന്നത്, കൺട്രോൾസ് സെപ്പറേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഫ്രം ദ പ്ലാന്റ്, ഫ്ലവറുകൾ, ഫ്രൂട്ട്സ് ഇതെല്ലാം ഇടർന്ന് വീഴുന്നത്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ അബ്സിസിക് ആസിഡാണ്. ഓക്കെ, സീഡ് പെട്ടെന്ന് പൊട്ടി മുളയ്ക്കാൻ, ജെർമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആരായിരുന്നു? ഗിബർലിനായിരുന്നു. പക്ഷേ ഈ സീഡിനെ ഒത്തിരി കാലം ഡോർമെൻ്റ് ആയിട്ട്, ഇനാക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ അബ്സിസിക് ആസിഡാണ്. ഓക്കെ, അപ്പം ഇത് സീഡ്സിനെയും അതേപോലെ മുട്ടുകളൊന്നും വിരിയാണ്ട് അങ്ങനെ തന്നെ നിൽക്കുക, അങ്ങനെ ഇനാക്റ്റീവായിട്ട് ഡോർമെൻ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ അബ്സിസിക് ആസിഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് കൺട്രോൾസ് ട്രാൻസ്പിറേഷൻ ബൈ ക്ലോസിങ് സ്റ്റൊമാറ്റ. ഓക്കെ, ട്രാൻസ്പിറേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രാൻസ്പിറേഷൻ എന്താണ്? ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലുള്ള അമിതമായിട്ടുള്ള വെള്ളം, എക്സസ് ആയിട്ടുള്ള വാട്ടർ ആവിയായിട്ട് പുറത്തോട്ട് പോകും, വാട്ടർ വേപ്പറായിട്ട് പുറത്തോട്ട് പോകും. ഏത് വഴിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലീഫിൻ്റെ അടിവശത്തായിട്ട് ഒത്തിരി സ്റ്റൊമാറ്റകളുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഇതൊരു സെല്ലാണ്, ഇത് അടുത്തൊരു സെല്ലാണ്. ഇതിനെ ഗോഡ് സെൽസ് എന്നാണ് പറയുന്നത്. ഈ ഗോഡ് സെൽസിൻ്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ വേപ്പറായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഗോഡ് സെല്ലുകളുടെ ഇടയിലുള്ള ഗോഡ് സെൽസിൻ്റെ ഇടയിലുള്ള ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റ വഴിയാണ് വാട്ടർ വേപ്പറായിട്ട് പുറത്തു പോകുന്ന ആ പ്രോസസ്സ്, ഫിനോമിനനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രാൻസ്പിറേഷനെ നിയന്ത്രിക്കും. ഓക്കെ, സ്റ്റൊമാറ്റ അങ്ങ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പിറേഷൻ നടക്കൂലല്ലോ. സ്റ്റൊമാറ്റ വഴിയിലെ വാട്ടർ പുറത്തോട്ട് പോകുന്നേ, വാട്ടർ വേപ്പറായിട്ട്. അതങ്ങ് ക്ലോസ് ചെയ്താൽ പിന്നെ ട്രാൻസ്പിറേഷൻ നടക്കൂലല്ലോ. അപ്പോൾ ആ സ്റ്റൊമാറ്റയെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആര് സഹായിക്കും? നമ്മുടെ അബ്സിസിക് ആസിഡ് സഹായിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയും വേണം നിങ്ങൾ ഓർക്കാൻ. ഒന്ന് ഓക്സിൻ ഗ്രോത്തിനെ സഹായിക്കും, ഫങ്ഷൻ സെൽ എലോങ്ങേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. 2 ഗിബർലിൻ മെയിൻലി സ്റ്റെം എലോങ്ങേഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, എന്ന് വെച്ചാൽ ഡ്വാർഫിസത്തിനെ റിവേഴ്സ് ചെയ്യും. 3 സൈറ്റോകൈനിൻ മെയിൻലി സെൽ ഡിവിഷന് വേണ്ടി സഹായിക്കുന്നവരാണ്. 4 എത്തിലിൻ ഫ്രൂട്ട് റൈപ്പൻ ചെയ്യുക, ലീഫൊക്കെ യെല്ലോയിനിങ് ആവുക, അതിന് വേണ്ടി സഹായിക്കുന്നതാണ് ആര്? എത്തിലിൻ. ലാസ്റ്റ് വൺ അബ്സിസിക് ആസിഡ്, മെയിൻലി അബ്സിഷൻ, സെപ്പറേറ്റഡ് ആകുക, ലീഫ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് എല്ലാം ഇടർന്ന് വീഴുക, സെപ്പറേറ്റഡ് ആയിട്ട് വീഴുക. ഓക്കെ, അതേപോലെ സീഡ്സിനെ ഡോർമെൻ്റ് ആക്കി വെക്കുക. ഇതിനൊക്കെ സഹായിക്കുന്നതാണ് അബ്സിസിക് ആസിഡ്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓവറോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഗിബർലിനെ പറ്റി. ഗിബർലിൻ മെയിൻലി എന്ത് ചെയ്യും? ജെർമിനേഷൻ സഹായിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഗ്രോത്ത് ടു മെച്യൂരിറ്റിക്ക് സഹായിക്കുമല്ലോ. ഫ്ലവറിങ്ങിന് ഗിബർലിൻ സഹായിക്കും. ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗിബർലിൻ സഹായിക്കും. അബ്സിഷന് സഹായിക്കത്തില്ല, സീഡ് ഡോർമെൻ്റ് ആയി ഇരിക്കാൻ വേണ്ടി സഹായിക്കത്തില്ല, കാരണം സീഡ് ജെർമിനേറ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി ഓക്സിൻ ഒരിക്കലും ജെർമിനേഷന് ആഹക്കൂടി സഹായിക്കുന്ന ഒരേ ഒരാൾ ആരാ? ഗിബർലിനാണെന്ന് ഓർത്തല്ലെങ്കിൽ പഠിച്ചു വെക്കുക. ഓക്കെ, സീഡ് ജെർമിനേഷൻ സഹായിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ആരാണ്? ഗിബർലിൻ. വേറെ ആരും സീഡ് ജെർമിനേഷൻ ഒന്നും സഹായിക്കുന്നില്ല. ഓക്കെ, ഇനി എന്താണ് ഗ്രോത്തിന് സഹായിക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ഓക്സിൻ സഹായിക്കുന്നുണ്ട്, ഗിബർലിൻ ഓൾറെഡി ഉണ്ട്, സൈറ്റോകൈനിൻ ഉണ്ട്, എത്തിലീനും അബ്സിസിക് ആസിഡും ഗ്രോത്തിന് സഹായിക്കുന്നില്ല.
ഓക്കെ, നമ്മൾ എത്തിലീൻ ഗ്രോത്തിനും അതേപോലെ ഇൻഹിബിറ്റർ എന്നൊക്കെ പറഞ്ഞെങ്കിലും മെയിനായിട്ട് എപ്പോഴും നമ്മൾ എത്തിലീന് ഇൻഹിബിറ്റർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇൻഹിബിറ്റർ എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും എത്തിലീനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ഗ്രോത്തിനും സഹായിക്കത്തില്ല, അബ്സിസിക് ആസിഡും ഗ്രോത്തിന് സഹായിക്കത്തില്ല എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഈ 4 ഹോർമോൺസ് സഹായിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ഗിബർലിൻ, ഓക്സിൻ, സൈറ്റോകൈനിൻ, എത്തിലീൻ. ഇവർ 4 പേര് ഫ്ലവറിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതിൽ ഫ്ലവറിങ്ങിന് സഹായിക്കാത്ത ഒരേ ഒരാൾ ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്. ഓക്കെ, ഫ്ലവറിങ്ങിന് ഇത് സഹായിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ എത്തിലീൻ ഒരു ഗ്രോത്ത് പ്രൊമോട്ടർ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, സത്യത്തിൽ നമ്മൾ ഇൻഹിബിറ്റർ എന്ന് വേണം പഠിച്ചു വെക്കാൻ. ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ആരും സഹായിക്കുന്നുണ്ട്? എത്തിലീന് സഹായിക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ നേരത്തെ പറഞ്ഞ 3 പേര് സഹായിക്കുന്നുണ്ട്. ഫ്രൂട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ 4 പേര് സഹായിക്കുന്നുണ്ട്. ആര് സഹായിക്കുന്നില്ല? അബ്സിസിക് ആസിഡ് സഹായിക്കത്തില്ല. ഓക്കെ, ബാക്കി 4 പേരും ഫ്രൂട്ട് ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നു. അബ്സിഷൻ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു വീഴുക. അതിന് എന്തായാലും ആദ്യത്തെ 3 പേരും അതിന് നിൽക്കത്തില്ല, കാരണം അവർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്, അല്ലാതെ ഇല്ലാണ്ടാക്കി കളയൂല. ഓക്കെ, അപ്പം ഇതിൽ അബ്സിസിക് ആസിഡ് അല്ലെങ്കിൽ അബ്സിഷന് വേണ്ടി സഹായിക്കുന്നത് എത്തിലീനും അതുപോലെ തന്നെ ആരാണ്? അബ്സിസിക് ആസിഡും ആണെന്ന് ഓർത്തിരിക്കുക. എത്തിലീൻ നമ്മുടെ ഇല പെട്ടെന്ന് പഴുത്ത് കൊഴിയാൻ വേണ്ടി സഹായിക്കും, അതേപോലെ അബ്സിസിക് ആസിഡ് മെയിനായിട്ട് കൊഴിയാൻ വേണ്ടി അങ്ങ് സഹായിക്കുക. ഓക്കെ, ഇനി സീഡ് ഡോർമെന്റ് ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒരേ ഒരാൾ ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്. സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരേ ഒരാൾ ഗിബർലിൻ ആണ്. സീഡിനെ വർഷങ്ങളോളം ഡോർമെന്റ് ഇനാക്റ്റീവ് ആയിട്ട് തന്നെ വെക്കാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ അബ്സിസിക് ആസിഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാന്റ് ഹോർമോണുമായിട്ട് ജസ്റ്റ് കൺക്ലൂഷനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ പറഞ്ഞ ഈ ബോക്സ് പഠിച്ചാൽ മതി, ഫങ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം പിന്നെ അല്ലാണ്ട് പറഞ്ഞ ഇപ്പോൾ ഓക്സിൻ സെൽ എലോങ്ങേഷൻ, സൈറ്റോകൈനിൻ സെൽ ഡിവിഷൻ, അങ്ങനെ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇത് ഇത്രയുമാണ് നിങ്ങളുടെ ഈ ഒരു പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഇടുന്നുണ്ട്, എല്ലാ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഹാപ്പി ലേണിംഗ്. താങ്ക് യു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.